ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പം നാട്ടിലെ 2 ദിവസങ്ങൾ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ജസ്റ്റ് വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ഫുഡും കുറച്ച് ട്രാവലും ഒക്കെ ആയിട്ട്. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും നടക്കാറില്ല. കാരണം ബാക്കി സാധനങ്ങളെല്ലാം കുറേ കഴിക്കും. അങ്ങനെ എൻ്റെ വെയിറ്റൊക്കെ ഇങ്ങനെ നല്ല പുട്ട് ഓൺ ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അത് ഞാനോർത്ത് നാട്ടിൽ തിരിച്ച് ചെന്നിട്ട് അതൊക്കെ ശരിയാക്കാം. അപ്പോൾ അവിടുത്തെ രാവിലെ ഒരു ദിവസം എഴുന്നേറ്റ് പുറത്ത് രാവിലെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ കിടപ്പില്ല. പിന്നെ നമ്മൾ ബേക്കറി സാധനങ്ങളൊക്കെ കഴിക്കുമല്ലോ. അപ്പം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടും മാങ്ങാപ്പഴവും അത് രണ്ടും കൂടെ അരിഞ്ഞിട്ട് രാവിലെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. ആദ്യം ഫ്രൂട്ട്സിലായിരുന്നു എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾക്ക് ചിട്ടകളേ ഇല്ല, എല്ലാ സാധനങ്ങളും കഴിക്കല്ലേ. അപ്പം ഞാനിന്ന് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്. ഞാൻ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് തന്നെ കണ്ടിച്ച് രാവിലെ കഴിക്കാം. ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ എനിക്ക് തോന്നും, അയ്യോ കുറച്ച് ഹെൽത്തി ആയിട്ട് തുടങ്ങാമെന്ന്. പക്ഷേ അതൊരു 11 മണി കഴിയുമ്പോഴത്തേനും പിന്നെ അത് ഹെൽത്തിയുടെ നോട്ടമെല്ലാം മാറ്റും കേട്ടോ. പിന്നെ ഉള്ള സംഗതികളെല്ലാം ഞാൻ കഴിക്കും. പിന്നെ ഇതൊക്കെ നാട്ടിൽ വരുമ്പോൾ മാത്രം നടക്കുന്ന സംഗതികളാണല്ലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം തിരിച്ച് നേരത്തെ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ അത് കുറച്ച് അമ്മയ്ക്ക് കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ്, അപ്പം ഡോക്ടറുടെ അടുത്തൊക്കെ പോകണം, ഒരു കല്യാണം, അങ്ങനെ നമ്മുടെ ടിക്കറ്റ്സ് ഇങ്ങനെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ അവിടെ എന്നെ എല്ലാവരും കളിയാക്കുകയാണ് കേട്ടോ, അമ്മയൊക്കെ. രാവിലെ ഇന്ന് ഫ്രൂട്ട്സിലാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞാൽ ഇന്ന് തൊട്ട് ഞാൻ ഭയങ്കര പിന്നെ ഹെൽത്തി ആവും. അത് നടന്നില്ല കേട്ടോ. അപ്പം ഇത് 31-ാം തീയതിയും 1-ാം തീയതിയും കൂടെ ഉള്ള 2 ദിവസങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാനിത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. ഉടനെ ഒന്നും ഇടാൻ പറ്റത്തില്ല. പക്ഷെ മാങ്ങപ്പഴം കഴിച്ചപ്പം വലിയ ഗുണമില്ല. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല മധുരമായിരുന്നു കേട്ടോ. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചിലത് റെഡ് കളറകത്തുണ്ട്. ഞാനിപ്പോൾ വാങ്ങിച്ചപ്പോഴൊന്നും എനിക്ക് റെഡ് കളറകത്തുള്ളത് കിട്ടില്ല, വെള്ളയാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഹെൽത്തി ആയിട്ട് തുടങ്ങാമെന്ന്, ശംഖുപുഷ്പം ടീ ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മുടെ വെളിയിൽ പേരയുടെ ചുവട്ടിൽ ഒരു ശംഖുപുഷ്പം നിപ്പുണ്ടല്ല, അമ്മ നട്ടതാണെന്നാണ് പറയുന്നത്. അങ്ങനെ 2-3 ശംഖുപുഷ്പമൊക്കെ പറിച്ചുകൊണ്ട് വന്ന്. ശംഖുപുഷ്പം ടീ അറിയാമോ? വെള്ളത്തിനകത്ത് ചുമ്മാ ശംഖുപുഷ്പം ബ്ലൂ ടീ എന്നൊക്കെ പറയും തോന്നല്ലേ. അത് വെള്ളത്തിനകത്തിട്ട് ബോയിൽ ചെയ്ത് അരിച്ചിട്ട് കുടിക്കുന്നതാണ് ബ്ലൂ ടീ. കുറച്ച് ഹെൽത്തിയാന്നൊക്കെ പറയുന്നു. അപ്പം അമ്മ പറഞ്ഞു ഞാൻ അട ഉണ്ടാക്കട്ടെ, രാവിലെ കുറച്ച് അടയും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇല വെട്ടാനായിട്ട് പോകും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ താഴോട്ടുള്ള വഴിയാണ് കേട്ടോ. ആ വഴിയുടെ അറ്റത്ത് ഒരു വീടുണ്ട്. അവിടെ ഒരു അമ്മൂമ്മ അപ്പൂപ്പനുമാണ്, അതായത് ഗ്രാൻഡ് പേരൻസാണ് കൊച്ചിനെ വളർത്തുന്നത്. കൊച്ചു സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അമ്മ ഇങ്ങനെ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവിടെ ഇല വെട്ടാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇവിടെ ഒരു ഫുൾ ഇല ഉണ്ടല്ലോ, അത് വെട്ടാം, ഇത് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ വീഡിയോ കൊടുത്തിട്ട് ഞാനിങ്ങനെ ചാടിയ ഇലയൊക്കെ പറിച്ച് ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ ഓട്ടട രാജേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു ഹെൽത്തി ഓപ്ഷനാണല്ലോ. എനിക്ക് പണ്ടൊന്നും ഓട്ടടയൊന്നും ഇഷ്ടമല്ല, ഇപ്പം ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് മൈസൂർ ചീര, നിങ്ങളെന്താ പറയുന്നത് മൈസൂർ ചീരയ്ക്കെന്ന് എനിക്കറിയത്തില്ല, ഈ വേലിച്ചീര എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇടയ്ക്ക് ഇതിവിടെ ആരും കഴിക്കരുത്, വിഷമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ നിൽക്കുന്ന ചീര കണ്ടോ, പച്ച, അത് നമുക്ക് കുറച്ച് തോരനൊക്കെ വെക്കാം എന്ന് പറഞ്ഞു. ഇവിടെ 2 ഉള്ളു, പിന്നെ നമ്മുടെ അപ്പുറത്തെ ഭാഗത്ത് കുറേ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇലയൊക്കെ വെട്ടി. അത് കഴിഞ്ഞിട്ട് മൈസൂർ ചീര പറിച്ചില്ല, അത് അമ്മ പറഞ്ഞു അട ഉണ്ടാക്കി കളഞ്ഞ് പഠിക്കാം. അങ്ങനെ മൈസൂർ ചീരയും പിന്നെ പറിക്കാമെന്ന് പറഞ്ഞ് അമ്മ ഇലയായിട്ട് കയറിപ്പോയി. ഞാൻ അപ്പുറത്തെ ഗേറ്റിൽ കൂടെ കയറി ശംഖുപുഷ്പം എടുത്തെന്ന് പറഞ്ഞല്ലോ. ഇനി അത് വെച്ചിട്ട് ശംഖുപുഷ്പം കൊണ്ട് വെള്ളം ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ രാവിലെ ഫ്രൂട്ട്സ് കഴിച്ചു. അപ്പം കുറച്ച് ഹെൽത്തി ആകാനായിട്ടുള്ളൊരു നോട്ടാണ്. ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നിയാൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര പോക്കാട്ടോ എൻ്റെ ദിവസങ്ങൾ. അതായത് രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് 11 മണിയാകുമ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കും, പിന്നെ ഉച്ചയാകുമ്പോൾ കഴിക്കും. അങ്ങനെ കഴിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ മീൻ കറി, ഊണ്, അങ്ങനത്തെ കപ്പ, ചക്ക, കാച്ചിൽ, അങ്ങനത്തെ സംഗതികളെല്ലാം കഴിക്കുമല്ലോ. അപ്പോൾ നമ്മുടേതാണ് ഭയങ്കര ഗ്രാമപ്രദേശം. അപ്പോൾ അവിടെ എല്ലാ കിഴങ്ങ് സാധനങ്ങളും വർഗ്ഗങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ അതെല്ലാം നമ്മൾ പറമ്പിലും കാണുമല്ലോ, കുറേ എന്തെങ്കിലുമൊക്കെ കാണും നമ്മളവിടെ കഴിക്കാത്ത കുറേ സാധനങ്ങൾ. അപ്പോൾ അമ്മ ഇങ്ങനെ അട ഉണ്ടാക്കണം, ഗോതമ്പ് മാവ് പരത്തി നമ്മുടെ ശർക്കരയും തേങ്ങയും വെച്ചിട്ടുള്ള അട. അപ്പം ഞാനിപ്പുറത്ത് എൻ്റെ ബ്ലൂ ടീ ഉണ്ടാക്കുന്നുണ്ട്. ഇത് അമ്മയുടെ ചെറിയ അടുക്കളയാണ് കേട്ടോ. ഇവിടെയാണ് അമ്മ എല്ലാം കുക്ക് ചെയ്യുന്നത്. മറ്റേ അടുക്കളയിൽ അങ്ങനെ അത് എനിക്കിതാണ് സൗകര്യം. ഇവിടെ കുറച്ച് നിരന്നൊന്നും കിടന്നാലും കുഴപ്പമില്ല. അവിടെ ആകുമ്പം അമ്മ കുക്കിംഗ് ഒന്നും ആരെയും കൊണ്ടും ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ. ഇവിടെ ഒരു ചേച്ചി വരുന്നുണ്ട്, പക്ഷേ അരിഞ്ഞു തരും, തേങ്ങ ചിരവി കൊടുക്കും. എന്നെക്കൊണ്ടാണേലും
അമ്മയ്ക്ക് എത്ര വയ്യെന്ന് പറഞ്ഞാൽ അമ്മ തന്നെ ആഹാരം ഉണ്ടാക്കത്തുള്ളൂ. അമ്മയ്ക്ക് വേറെ ആരെ കൊണ്ടും ഉണ്ടാക്കിക്കത്തില്ല. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. മാക്സിമം ഒരു ചായയാണ് ഉണ്ടാക്കാറ്. അത് മീൻസ് എനിക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അതിന് അമ്മ തന്നെ ചെയ്യുന്ന കാണുമ്പം പക്ഷെ അത് സമ്മതിക്കത്തില്ല. എത്ര വയ്യെങ്കിലും അമ്മയ്ക്ക് തന്നെ ചെയ്യണമല്ലോ. അങ്ങനെയാണ് അമ്മയുടെ ഒരു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഓട്ടടയൊക്കെ ഉണ്ടാക്കി ഞാനിവിടെ കുറച്ച് ബോയിലായി കഴിഞ്ഞപ്പോൾ 3 കിട്ടിയുള്ളൂ കേട്ടോ. കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഈ കൂടുതലുണ്ടെങ്കിൽ ആ പൂവിൻ്റെ ചുവ ഇങ്ങനെ വരും. ഇത് കുറച്ചുള്ളെങ്കിൽ അത്രയും ചുവയൊന്നും വരത്തില്ല. അങ്ങനെ ഞാനിത് ബോയിൽ ചെയ്തുകൊണ്ടിട്ട് അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ബ്ലൂ ടീ ഉണ്ടാക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ബ്ലൂ ടീ എന്നാണോ പറയുന്നത്, ശംഖുപുഷ്പം ടീ എന്നാണോ പറയുന്നത്? അതായത് ഗ്ലാസ്സിനകത്ത് ഒഴിക്കുമ്പോൾ, നമ്മുടെ കുപ്പി ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ഇത് കാണാനൊരു ഭംഗിയുണ്ട് അതിൻ്റെ കളറ്. അപ്പം ഞാനിങ്ങനെ ഈ 2-3 ഇട്ടത് ഈ പൂവിൻ്റെ കളർ അങ്ങ് ഫെയ്ഡായി വൈറ്റ് ആവും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കളർ വരുന്നത്. അപ്പോൾ ഈ 3 ഇട്ടിട്ട് നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളമുണ്ട്. അത് കുറച്ച് പറ്റുമല്ലോ, 1.25 ഗ്ലാസ് വെള്ളം ആയപ്പോഴത്തേനും ഞാൻ എടുത്തു. പക്ഷേ അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വലിയ ചുവയൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇതുപോലെ ഉണ്ടാക്കി തന്നു. പക്ഷേ അവർ കുറേ ശംഖുപുഷ്പം ഇട്ടാണ് ആ വെള്ളത്തിനൊരു ചുവയുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മൾ കളറ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചുവയൊന്നുമില്ല. സാധാരണ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്ന പോലെ തന്നെ ആണ്. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട്, അതായത് അവിടെ ആയിരുന്നപ്പോഴേ ഞാനിങ്ങനെ കാണുമായിരുന്നു, യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്കത് കുടിക്കണമെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രയൽ കേട്ടോ. പിന്നെ ഞാൻ നാട്ടിൽ കുറേ വീടുകളിൽ ചെന്നപ്പം എല്ലാവരും ബ്ലൂ ടീ വേണോ, ഹിബിസ്കസ് ടീ വേണോ, അങ്ങനെ പല ടീകളാണ് നമ്മുടെ നാട്ടിൽ. എനിക്കൊന്നും ഞാനോർത്ത് അവിടെയൊക്കെ എല്ലാവരും, ഇവിടെ പലതരം ഇത് ഹെർബലായിട്ടുള്ള ടീകളാണ്. ഹിബിസ്കസ് ടീ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ടുള്ള അതിനൊരു ലൈറ്റ് കളർ വരും. അങ്ങനെ ഞാൻ ബ്ലൂ ടീ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ബ്ലൂ ടീക്ക് ലൈറ്റ് കളറാണ്, ഒരു ചുവയില്ല, നല്ല ചെറു ചൂടുകൂടെ സാധാരണ ചൂടുവെള്ളം കുടിക്കത്തുള്ള കുടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ അടയൊക്കെ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയൊക്കെ എപ്പോഴും അടുക്കളയിൽ തന്നെ പരിപാടികളാണ്. കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും പോയിട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം ബെസ്റ്റിൽ കയറും, ബെസ്റ്റ് ബേക്കറി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മീറ്റ് റോള്, സമോസ, സ്വീറ്റ്ന, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എന്നും വാങ്ങിച്ചുകൊണ്ട് വരും. അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ ഇതൊക്കെ കണ്ടപ്പോൾ വന്നാൽ പിന്നെ വെള്ളം കുടിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു. എന്നാൽ ഇതും കൂടെ ഒന്ന് കഴിച്ചേക്കാം. സ്വീറ്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവിടെ സ്വീറ്റിനെ കിട്ടാറില്ല. അങ്ങനെ കുറേ ബേക്കറി സാധനങ്ങൾ ഇവിടുത്തെ ടേസ്റ്റിൽ അവിടെ കിട്ടാത്തതുകൊണ്ട് കാണുമ്പോൾ ഇതെല്ലാം ഞാൻ കഴിച്ചു വിടും കേട്ടോ. ഇതിപ്പോൾ രാവിലെയാണ് വന്നിട്ടും അത് കണ്ടപ്പോൾ ഇങ്ങനെയാണല്ലോ എൻ്റെ തടി കൂടുന്നത്. അപ്പം ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണമായിരുന്നു. അപ്പോൾ രാജേട്ടൻ ഭയങ്കര വണ്ടി കഴുക്കാണ്. അതിവിടെ ചെന്നാലും വണ്ടി, അവിടെ ചെന്നാലും വണ്ടി കഴുകി ഷാമ്പൂ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് രാവിലെ തൊട്ട് ആ പരിപാടിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അട ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ഈ ജലനിധി എന്ന് പറയുന്ന അതിൽ നിന്ന് വെള്ളം വരുമല്ലോ, ആ വെള്ളം വരുമ്പോഴാണ് അമ്മ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അത് വരാറായെന്നും പറഞ്ഞ് അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കണം. അമ്മയ്ക്ക് ചെടി ഭയങ്കര ഒരു വീക്ക്നെസ് ആട്ടോ. പക്ഷെ അമ്മ വെക്കുന്ന ചെടി അവിടെ ഇവിടെ എല്ലാം വെക്കും. എവിടെ നിന്ന് ചെടി പോയാലും ചെടി കൊണ്ടുവരും. അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നുമൊക്കെ ചെടി കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ വെച്ച് പോകും. അമ്മയ്ക്ക് അത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റ് ലൊക്കേഷൻ നോക്കാനൊന്നും നിൽക്കത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് അത് നല്ലതായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടിക്കകത്തിട്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ആക്കി വെച്ച് അങ്ങനെ കുറേ ചെടിയുണ്ട് കേട്ടോ. ചെടി ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. ചെടി നമ്മുടെ ചെമ്പരത്തി അങ്ങനത്തെ ചെടികളൊക്കെയാണ് കൂടുതൽ അമ്മ അടുത്തുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ വീട് വെച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള സ്ഥലം വാങ്ങിച്ചത്. അപ്പോൾ അവിടുത്തെ കാട് കയറി മരുന്നിട്ട് കാടെല്ലാം തെളിച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് അമ്മ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റില്ലേ, പ്ലാസ്റ്റിക് കൂടും അതെല്ലാം കത്തിക്കുന്നത്, അതായത് പേപ്പർ വേസ്റ്റും അതെല്ലാം കത്തിക്കാനായിട്ട് അമ്മ അപ്പുറത്തെ പറമ്പിൽ. അപ്പം നമ്മൾ ആദ്യം ഈ പറമ്പ് വായിച്ചിട്ടില്ലാത്ത കാരണം നമ്മളിവിടെ മതിൽ കെട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രൻസ് അങ്ങോട്ട് വെച്ചിട്ടില്ല. അവിടെ നിന്നൊരു ചെറിയ ഗേറ്റ് വെക്കണം എന്നുണ്ട്, അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ അതോട് ചുറ്റി വേണം പോകാനായിട്ട്. അങ്ങനെ ചുറ്റിപ്പോയി അമ്മ അവിടെ ഇത് കത്തിക്കുകയാണ്, മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മുടെ അമ്മ ഒരു പ്ലാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെറിയ പ്ലാവ്, ആ പ്ലാവിൻ്റെ ചെറിയ ചോട്ടിൽ തന്നെ അമ്മ പറഞ്ഞ ചക്ക, പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവുണ്ടല്ലോ, എനിക്കതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അപ്പോൾ അമ്മ അത് പ്ലാവിൻ്റെ ചോട്ടിൽ തന്നെ ചക്ക ഉണ്ടായി. അപ്പോൾ ആ ചക്ക അമ്മ കൂടിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. അതായത് മഴ പെയ്ത സമയത്ത് ഇപ്പോൾ പറയാണ് എൻ്റെ ചക്കയുടെ കൂടൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം, കാരണം ഇനിയും ഇപ്പം നല്ല വെയിലാണല്ലോ. അപ്പോൾ കൂടിനകത്ത് തന്നെ കിടന്നാലും ചക്ക അവിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് അമ്മ അതിനും കൂടെയാണ് അപ്പുറത്തോട്ട് പോയിരിക്കുന്നത്. അപ്പുറത്തെ പറമ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാത്വേ പോലെ ഉണ്ടാക്കി നടക്കാനുള്ള സ്പേസ് ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ ആ സ്ഥലം. അപ്പം ഇത് നമ്മുടെ അടുക്കളയുടെ ഭാഗത്തായിട്ട് വരും. അടുക്കളയുടെ പുറകിലായിട്ടാണ്, സൈഡിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ അവിടുത്തെ പ്ലാവ് കേട്ടോ, ഇതാണ് ഒരു കുഞ്ഞു പ്ലാവ്. ഇത് നമ്മുടെ കുരുമുളക് ചട്ടിക്കകത്ത് വെച്ചാൽ കേട്ടോ, അത് നല്ലതായിട്ടുണ്ടായിട്ടുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഈ പ്ലാവുണ്ടൊരു ഇപ്പുറത്തേക്ക് ഒരു കുഞ്ഞു പ്ലാവാണ്. ആ പ്ലാവേൽ ഇത് മറ്റേ പ്ലാവിൽ നിന്ന് കണ്ട് പൊഴിഞ്ഞ് വീണ ചക്ക, അത് ഇടിഞ്ചക്ക പോലെ അത് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചക്ക നോക്കി അമ്മ ഇങ്ങനെ രാവിലെ പറമ്പിൽ കൂടെ കുറേ നടക്കും, അതും ഇതുമൊക്കെ ചെയ്ത്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അതാണല്ലോ ഭയങ്കര ഒരു ഇഷ്ടം. അത് കഴിഞ്ഞിട്ടാണ് കഴിക്കാനും ഒക്കെ പോകുന്നത്. അവരുടെ കണ്ടിട്ട് ഇത് കണ്ടോ, ഈ പ്ലാവിൻ്റെ മൂട്ടിൽ ചെറിയൊരു ചക്ക ഉണ്ടായി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് മാറ്റി അതിനെ സെറ്റാക്കുക. നിലത്ത് കിടക്കുന്ന കേട്ടോ, നിലത്ത് കിടക്കുന്ന ചക്ക. ഞാൻ വന്നിട്ട് ഇപ്പോൾ ചക്ക ഇങ്ങനെ മൂത്ത് പതുക്കെ വരുന്നേ ഉള്ളൂ. നമ്മുടെ പ്ലാവയിലൊക്കെ, അതായത് മുറ്റത്ത് തന്നെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്, അതിലൊക്കെ ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ. ചക്ക എനിക്കാണ് ഭയങ്കര ഇഷ്ടം, ചക്ക വേവിച്ചതൊക്കെ. രാജേഷനൊക്കെ ചക്ക പഴമാണ് ഇഷ്ടം. ഇപ്പോൾ കാണുന്നുണ്ടോ ഇതിലൊക്കെ, ഇത് പറമ്പിൽ നിൽക്കുന്ന പ്ലാവാണ്, അതിൽ ചക്കയുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ മൂലയ്ക്ക് ഒരെണ്ണം നിൽപ്പുണ്ട്, അതെനിക്ക് അതിനകത്ത് കുറേ ചക്കയുണ്ട്. അപ്പോൾ അതൊക്കെ മൂത്ത് വരുന്നേ ഉള്ളൂ. ഒരെണ്ണം ഞങ്ങൾ ഒരു ദിവസം ഇട്ടിട്ട് ചക്ക വേവിച്ച് കഴിച്ചു. ചക്ക പുഴുങ്ങുക എന്നൊക്കെ പറയത്തില്ല, ഇത് കണ്ടെങ്കിൽ ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ അമ്മ വെളിയിലൊക്കെ നടക്കണം. ഞാൻ അമ്മയുടെ പുറകെ നടക്കുന്നത്, ഞാൻ അപ്പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. ഞാനിങ്ങനെ പുറകെ വീഡിയോ എടുത്തുകൊണ്ട് നടപ്പുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്നും വീഡിയോ. അങ്ങനെയാണെങ്കിൽ അറിയോ വേണ്ടെന്നൊക്കെ പറയും, ചമ്മലാണ്. പിന്നെ ഇത് വീടിൻ്റെ പുറകെ വെച്ചാണ്. അവിടെ ഇങ്ങനെ നല്ലതായിട്ട് കാട് പിടിച്ച് കപ്പയൊക്കെ ഉണ്ട് അവിടെ, കപ്പ, കപ്പളം, അങ്ങനത്തെ സംഗതികളുണ്ടൊക്കെ. അങ്ങനെ ഞാനൊരു ചുറ്റലൊക്കെ ചുറ്റി വീഡിയോ ഒക്കെ എടുത്ത്, നമുക്ക് അവിടെ നിന്നൊക്കെ വരുമ്പോൾ പറമ്പൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുരിങ്ങയിലെടുക്കാമെന്നൊക്കെ ഞാൻ പറയാം. അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം കഴിക്കണം, എല്ലാ ഇലകളും കഴിക്കണം. നമ്മുടെ ഇവിടുത്തെ ഈ മുരിങ്ങ നമ്മുടെ മതിലിലോട്ട് കയറിയിട്ട് മതിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ആ വേര് വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ ഇത് ചെറുതായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്നാലും ഇത് കണ്ടല്ലോ, ഒരു ഈ സൈഡിലെ മതിൽ ആ വേര് കയറിയിട്ട് അങ്ങോട്ട് മുഴുവൻ പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അവിടെ നിന്ന് വെട്ടിക്കളഞ്ഞേക്കാണ്. വെട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. മുരികയും എന്താ പറയുന്നത്, ചെമ്പരത്തിയും ചാമ്പയും. ചാമ്പയിൽ ഇഷ്ടം പോലെ കായ ഉണ്ടാകുന്നതുകൊണ്ട് ചാമ്പയിൽ കായ ഇടുമ്പോൾ നമ്മളോർത്ത് ചാമ്പയ്ക്ക വൈൻ ഇടണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ചാമ്പയ്ക്ക വൈൻ ഇട്ടാന്ന് നല്ല രസമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അമ്മയോട് പറയുന്ന ആൻറ്റിയുടെ അടുത്ത് റെസിപ്പി ചോദിച്ചിട്ട് നമുക്ക് ചാമ്പയ്ക്ക വൈൻ ഇടാം എന്നൊക്കെ പറയണം. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ജലനിധിയിൽ വെള്ളം വന്നു. രാജേഷ് ചേട്ടൻ ഇപ്പോഴും വണ്ടി കഴുകിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഈ ഭാഗത്തൂടെ നടന്ന് ഇതൊക്കെ നമ്മുടെ ചെടികളാണ് കേട്ടോ, ചെമ്പരത്തികൾ എല്ലാ കളറും ഉണ്ട്. ഇവിടെ വണ്ടി കഴുകൽ പുരോഗമിക്കുന്നേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എല്ലാവരുടെയും വീഡിയോ എടുത്തോണ്ട്, രാജേഷേട്ടനറിയാം എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന്, പക്ഷേ അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മയ്ക്ക് ഭയങ്കര ചമ്മലായിരിക്കും യൂട്യൂബ് ചാനലുണ്ട് ഞാൻ അതിനകത്ത് വരുന്നു. അപ്പോൾ കരിവേപ്പിലയൊക്കെ പറിച്ച്, പിന്നെ രാവിലെ ചെടി 10 മണി ചെടിയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുള്ള ചട്ടിക്കകത്തും വെളിയിലും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചോദിച്ചത് എന്തിനാണ് വെറുതെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ അമ്മ, എനിക്ക് അവിടെ പോകുമ്പോൾ ഇങ്ങനെ കാണാമല്ലോ. ഞാനാണെങ്കിൽ നല്ല ഡ്രസ്സൊന്നുമല്ല, ഒന്നും സാരില്ല അത് ഞാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അമ്മയ്ക്കൊരു ഡോക്ടറുടെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകണം, കാരിത്താസ് ഹോസ്പിറ്റൽ. അപ്പം അമ്മയ്ക്ക് ചെറിയൊരു എന്താണെന്ന് വെച്ചാൽ ഓർമ്മക്കുറവ്. അതായത് പ്രായത്തിൻ്റെ ആൾക്കാർക്കുണ്ടല്ലോ ഇങ്ങനെ മറന്നു പോകാൻ പെട്ടെന്ന്. അപ്പം ഞാൻ നമുക്കൊന്ന് കാണിച്ച് നോക്കാം. അമ്മയ്ക്ക് അത് ഭയങ്കര ദേഷ്യം കേട്ടോ, അമ്മയ്ക്ക് ഓർമ്മക്കുറവെന്ന് പറയുന്നതൊന്നും ഇഷ്ടമല്ല. 2-3 ആഴ്ചയായിട്ട് ഞാൻ ഫോൺ വിളിക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നുന്നുണ്ട് അമ്മയ്ക്കൊരു, അതായത് നമ്മൾ ഡേറ്റ് പറഞ്ഞ ഓർമ്മയില്ല, സ്ഥലം പറഞ്ഞു, ഇത് രണ്ടും ഉള്ളൂ. ബാക്കി എല്ലാ സംഗതികളും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്കങ്ങനെ മറവിയൊന്നുമില്ല നിങ്ങൾ. ഞാൻ പറഞ്ഞു ഞാൻ വന്നതല്ലേ, എനിക്ക് എന്തായാലും അമ്മയൊന്ന് കാണിക്കണമെന്നുണ്ട്. അങ്ങനെ മനസ്സോടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്, കാരിത്താസ് ഹോസ്പിറ്റൽ അറിയായിരിക്കും അല്ലേ. അങ്ങനെ കാരിത്താസ് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുത്തായിരുന്നു തലേ ദിവസം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അത് ആ പോകുന്ന വഴിക്കെല്ലാം പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, എനിക്ക് അവിടെ എന്തുമാത്രം ജോലിയുള്ളതാണ്, വെറുതെ ഇത് ഒരു ദിവസം കളയും, ഇതിനവിടെ പോയാൽ ഒരു ദിവസം പോട്ടെ അമ്മ എന്നത്, നമുക്ക് ഉച്ചയ്ക്ക് വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം, നമുക്ക് ഏതായാലും പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പോകുക കേട്ടോ. ഞാൻ തന്നെയാണെങ്കിൽ അത്രയും വരത്തില്ല, പിന്നെ രാജേഷേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് അത്ര നോ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആദ്യം അച്ഛനും പറഞ്ഞു വേണ്ട, അതിനൊന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു അല്ല അച്ഛൻ, എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചൊരു മറവി പോലെ. പിന്നെ എൻ്റെ ബ്രദറും അവനും പറഞ്ഞു എന്തോ അത് നമുക്ക് ആദ്യം തന്നെ കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ കാണിച്ചപ്പം ഇത് ഞങ്ങൾ ചെന്നിട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ കുറേ ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ നോക്കി കേട്ടോ. അതായത് ഒരു ക്ലോക്ക് വരച്ചിട്ട് അതിൽ 10 എന്ന് അടയാളപ്പെടുത്തുക, പിന്നെ 100-ൽ നിന്ന് -7 ചെയ്യുക, അപ്പോൾ 93, അതിൽ നിന്ന് പിന്നെയും 7 ചെയ്യുക, അങ്ങനെ 7 ചെയ്ത് പോവുക. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നടത്തിയപ്പം പിന്നെ എന്തായിരുന്നു കുറേ സാധനങ്ങൾ, മൊബൈല്, അങ്ങേരുടെ ഐബ്രോ, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് പിന്നെ ചോദിച്ചു അമ്മ ഞാൻ മുമ്പേ കാണിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പറ. അതമ്മ ശരിക്കും പറഞ്ഞു. പിന്നെ ചോദിച്ചു രാവിലെ എന്താ കഴിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു ദോശയാണ് കഴിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അമ്മ അടയായിരുന്നു കഴിച്ചത്, ദോശ ഉണ്ടാക്കിയായിരുന്നു അച്ഛന് വേണ്ടിയിട്ട്.
അങ്ങനെ കുറച്ചമ്മ തെറ്റിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊരു ടെൻഷൻ വരുമല്ലോ, ഒരാൾ ചോദിക്കുമ്പോൾ ഇവരെന്നെ അസുഖം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ വരുക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ വരും. അങ്ങനെ തെറ്റിച്ചാന്ന് തോന്നുന്നു. ഏതായാലും ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ്, സോഡിയം ഒക്കെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഒരു MRI ചെയ്യാൻ പറഞ്ഞു. അതോടെ അമ്മയുടെ വിധം മാറി. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം MRI ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അതിനകത്ത് ആ മെഷീനകത്ത് ഞാൻ കയറത്തില്ല, എനിക്ക് BP കൂടും, എനിക്ക് ഭയങ്കര പേടി. അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒക്കെ ഭയങ്കര പേടി. അമ്മ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇതുവരെയും ഇതിനൊന്നും പോയിട്ടില്ല. ഹോസ്പിറ്റലിൽ അങ്ങനെ ഈ മരുന്ന് അമ്മയ്ക്ക് BP മരുന്നുണ്ട്, വേറെ ഒരു കൊളസ്ട്രോളും കുറച്ചുണ്ട്, വേറെ ഒരു മരുന്നുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുവരെ അമ്മ ഹോസ്പിറ്റലിലൊന്നും കയറിയിട്ടില്ല. അപ്പം പക്ഷേങ്കിൽ അതുകൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു MRI എടുക്കണം. ഇന്നല്ലല്ലോ, അത് പിന്നെ എടുക്കാം, വേണ്ട ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല കേട്ടോ. അമ്മ തിരിച്ച് ഡോക്ടറെ കണ്ടപ്പോൾ ഞാനോർത്ത് വീട്ടിൽ വന്നൊന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് മൺഡേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോകാനായിട്ട് ഞാൻ കൊണ്ടുപോകാൻ നേരത്ത് പോലും ഒരു സുഖമില്ല. എന്ന് കഴിഞ്ഞാൽ MRI കൂടെ ഡോക്ടർ പറഞ്ഞു എനിക്കങ്ങ് ഒരു കുഴപ്പമില്ല, MRI ഞാൻ കയറത്തില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നാലും 1.5 മണിക്കൂർ എടുത്തു. തിരിച്ച് ഞങ്ങളുടെ ഫേവറേറ്റ് മലബാർ വില്ലേജ്, ഞാനന്ന് പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കോട്ടയത്ത് മലബാർ വില്ലേജിൽ കയറി. പൊറോട്ടയും ബീഫ് റോസ്റ്റും പിന്നെന്തായിരുന്നു ചിക്കൻ കറി, നൂൽ പൊറോട്ട കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നൂൽ പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചു. നൂൽ പൊറോട്ട ഞാൻ കഴിച്ചിട്ടുണ്ട്, രാജേട്ടൻ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ എനിക്കിഷ്ടമാണ്. രാജേട്ടൻ പറഞ്ഞു എനിക്ക് സാദാ പൊറോട്ട തന്നെയായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞു. ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ്, വറുത്തരച്ച കറി അല്ല, വറുത്തരച്ച കറിയിൽ ചിക്കൻ വറുത്തിട്ട് കറി വെക്കുന്നു. അങ്ങനെ മലബാർ കഫേയിലൊക്കെ പോയി ലഞ്ചൊക്കെ കഴിച്ച്. അമ്മ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് അത്ര ശരിയല്ല, കാരണം അവർ MRI എടുക്കാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ പറയാമ്പോൾ ഒരു കുഴപ്പമില്ല, ഞങ്ങളിങ്ങനെ അതൊക്കെ അതിനെപ്പറ്റി പറയുമായിരുന്നു. എനിക്കെന്ത് കുഴപ്പം, ഞാൻ എന്തോ മറക്കുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ എപ്പോഴും മറക്കുമെന്നല്ല അമ്മ. ചില സംഗതി ഇപ്പം ഡോക്ടർ 10 പറയാൻ പറഞ്ഞിട്ട് അമ്മ പെട്ടെന്ന് വരച്ചില്ല. പിന്നെ എൻ്റെ ഡ്രോയിങ് മോശം, അപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്ലോക്കൊന്നും വരയ്ക്കാൻ അറിയത്തില്ല. ഞാനിങ്ങനെ വലിയ പഠിപ്പിച്ചുകൊണ്ടൊന്നും ഇരിക്കുമല്ലോ, അതെനിക്കിട്ട് പറഞ്ഞാൽ ഞാനൊരു സാധാരണ വീട്ടമ്മയല്ല, ഞാൻ എൻ്റെ ജോലികളെല്ലാം ചെയ്തുകൊണ്ട് നടക്കുന്നത്, ക്ലോക്ക് വരച്ചുകൊണ്ട് നടക്കുവാണോ ഞാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സാരമില്ല, ഞാനിങ്ങനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം രാജേട്ടൻ പറയാൻ വേണ്ട, ഇപ്പം ഒന്നും പറയണ്ട, നമുക്ക് പിന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്ക് ആരും പോലും വേണ്ട, കഴിക്കണം തോന്നുന്നില്ല, എനിക്ക് വിശപ്പൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ എന്താ കഴിച്ചത്? അമ്മയും നൂൽ പൊറോട്ട തന്നെയാണ് കഴിച്ചത്. അച്ഛൻ മാത്രം അച്ഛൻ പാൽക്കപ്പ പറഞ്ഞു. പക്ഷെ പാൽക്കപ്പ കിട്ടാഞ്ഞതുകൊണ്ട് സാധാരണ പൊറോട്ടയും എനിക്ക് തോന്നുന്ന താറാവ് കറിയും വാങ്ങിച്ചു തോന്നുന്നു. ഞങ്ങൾ 3 കറികളാണ് വാങ്ങിച്ചു. ഒന്നൊരു ബീഫ് റോസ്റ്റ്, ഒന്നൊരു ചിക്കൻ കറി, പിന്നെ ഒരു താറാവിൻ്റെ കറി. അങ്ങനെ 3 കറി വാങ്ങിച്ചു. എല്ലാവരും കഴിച്ചു. കുറേ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുൾ ടോപ്പിക്ക് അമ്മയുടെ കാര്യങ്ങൾ തന്നെ കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും, ഇവരാരാന്ന് ഓർക്കുന്നുണ്ടോ, ഇവരെന്താ വന്നതെന്ന് ഓർക്കുന്നുണ്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. പിന്നെ ഒരു പ്രഷർ കൊടുക്കണ്ടല്ലോ, കഷ്ടമാണ്, പാവം, പേടിയാണ്. കാരണം ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് ഒന്നും വന്നിട്ടില്ല. അമ്മ പറയാം ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മ പറയാം എനിക്ക് എന്തെങ്കിലും വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ എൻ്റെ കാറ്റും, അതുകൊണ്ട് അത് അങ്ങനെ ഇടവരാതിരിക്കണേന്ന് ഞാൻ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വന്നാലും ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് വേദന എടുക്കുന്ന ഒരു പരിപാടിയില്ല. MRI എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് അങ്ങ് കയറ്റിക്കൊണ്ട് പോകും. പിന്നെ ആ ഒരു സൗണ്ട് കുറച്ച് നേരം നമുക്ക് ഓപ്പറേറ്റ് ചെയ്തത് അത് പെട്ടെന്ന് കഴിയുമ്പോൾ നമുക്കൊന്നും വേദന എടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേനും 4 മണിയായി. പിന്നെ അന്നത്തെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ എടുത്തത് അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ചോദിക്കുന്നത് എന്താ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ, ഒരു മെമ്മറി അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്നത്തെ ദിവസം തിരിച്ച് വീട്ടിൽ പോയി. വൈകുന്നേരം ആയപ്പോഴത്തേനും ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലെ വീഡിയോകളായിരിക്കും കേട്ടോ. കുറച്ച് ദിവസം ഞാനിങ്ങനെ റോ ആയിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമയത്ത് വർത്താനം പറയും ഭയങ്കര നോയ്സ് വരുന്നതുകൊണ്ട് വോയിസ് ശരിയാകത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങൾ മാത്രം, കുറച്ച് ഞങ്ങൾ കറങ്ങുന്ന വിശേഷം ഇതേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഞാൻ വെറുതെ ഒരു മെമ്മറി ആയിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ലക്ഷ്മി.